രൂപ അധികം അടച്ചാൽ ഇഷ്ടമുള്ള സ്റ്റോപ്പിൽ നിന്ന് കയറാം ഇറങ്ങാം. KSRTCനെ കുറിച്ച് വന്നൊരു പോസ്റ്ററാണ്. തുഫാൻ, ഇങ്ങനെ പോസ്റ്ററുകൾ പല സ്ഥലത്തും പല പേജിലും കണ്ടു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ശരിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒഫീഷ്യലായിട്ട് KSRTCയിൽ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഒരു KSRTCയുടെ സ്റ്റാഫ് എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഡർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പത്രത്തിൽ അങ്ങനെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അത്ര അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ ഒന്നും വന്നിട്ടില്ല. ശരിക്കും അങ്ങനെ ഓർഡർ ഇല്ല. ഇല്ല, അതിപ്പോ ഈ കോഴിക്കോട് ഇപ്പൊ അടുത്ത് നടന്നതിൽ ഒരു സ്റ്റോപ്പിൽ നിർത്താത്തൊരു പ്രശ്നം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ പറയണില്ല. ആ കുട്ടിക്ക് ഒരു അബദ്ധം സംഭവിച്ചു, അതിന് ഫൈൻ അടച്ചു, അപ്പോളജീസ് ലെറ്റർ കൊടുത്ത് അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പക്ഷെ അത് ശരിക്കും എന്ത് സംഭവിക്കാൻ കാരണം എന്നുള്ളത് വെച്ചാല്, ഇപ്പോ KSRTC 2 മാസം മുന്നേ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നുള്ള ഒരു സംവിധാനം. അത് ഇപ്പൊ KSRTCക്ക് ഒരുപാട് ക്ലാസ്സുകൾ ബസ്സുകളുണ്ട്. അതായത് ഓർഡിനറി ഉണ്ട്, ടൗൺ ടു ടൗൺ ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിന്റെ മേലുള്ളതാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം. അപ്പൊ പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ നമ്മൾ ഈ മലപ്പുറം കോഴിക്കോടുള്ള ആളുകൾക്കൊന്നും KSRTCക്ക് എത്ര ടൈപ്പ് ബസ്സുകൾ ഉണ്ട്, അത് എവിടെയൊക്കെ നിർത്തും, അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ കാറ്റഗറിയും കൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട സ്റ്റാൻഡുകളിൽ മാത്രം, അതായത് ഫെയർ സ്റ്റേജ് വരുന്ന സ്റ്റാൻഡുകളിൽ മാത്രമേ ഇതിന് സ്റ്റോപ്പ് ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശരിക്കും അങ്ങനെ ഒരു നിയമം ഒഫീഷ്യലി വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഇനിയിപ്പോ ഈ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ഇതുപോലെ അത്യാവശ്യക്കാർക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ 20 രൂപ അധികം അടച്ചാല് ആ ബസ്സുകൾ നിർത്തിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അത് മുൻമന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതുമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ന്യൂസ് മാത്രമാണിത്.